ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കിലോക്ക് അടുത്ത് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കായം തേച്ച് പിടിപ്പിക്കാം. ചിക്കനിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് തൈരോ ചെറുനാരങ്ങ നീരോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി മസാലകളൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടോ. ഇപ്പം ഞാനിതാ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ചിക്കൻ പൊരിക്കുന്ന സമയത്ത്. മാത്രമല്ല ചിക്കനിൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് അളവിലേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസും ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ഭാഗം പൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം നല്ല പോലെ ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള പരിപാടിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഉള്ളി നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചെറിയ ഉള്ളി കുറഞ്ഞ അളവിലാണ് എടുത്തിരിക്കുന്നത്. കാരണം വലിയ സൈസിലുള്ള 1.5 കഷ്ണം വലിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി നേരത്തെ കായം തേക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഞാനിതാ നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സോസ് ഇതാ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഉള്ളിയുമായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഞാൻ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഗ്രേവി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അളവിൽ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിന് കുറഞ്ഞൊരു മധുരമുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇതാ നല്ലപോലെ ഈ ഗ്രേവിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഞാൻ നല്ലപോലെ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഗ്രേവിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ വേണമെങ്കിലോ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ
ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.